കുടുംബത്തൊക്കെ ഏറ്റിന് നീരുവീഴ്ചയും പനിയും കിട്ടിയപ്പോൾ എനിക്ക് മാത്രം കിട്ടിയില്ല എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. എൻ്റെ നമ്പർ അവസാനമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പം ദാ എനിക്കും കിട്ടി. അതുകൊണ്ട് മൂക്കൊണ്ടാണ് വർത്തമാനം പറയുന്നത്. ഞങ്ങൾ രണ്ടാളും ഒരേ തറവാടായുണ്ട് തോന്നുന്നു. ഞങ്ങൾ തമ്മിലങ്ങനെ ചേർന്ന് പോലും കുറവാണ്. കുറച്ച് നേരം കാലത്ത് ഉമ്മാർത്തൊക്കെ ഒന്ന് പോയിരുന്നു. അപ്പോൾ ദാ ആങ്ങളെ പണിക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. നല്ല മഴയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും മടിയാണ്. ചേച്ചി രാവിലെ രണ്ടെണ്ണത്തിന് ഇരുത്തി ചായയൊക്കെ കുടിപ്പിച്ചു. ഇതിന് കുളിക്കാച്ച ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ തണവായാലും ചൂടായാലും അവൻ കുളിച്ചോളൂ. അപ്പോൾ അവനെ മാത്രം കുളിപ്പിച്ചു. ഞങ്ങൾ ആരും കുളിച്ചില്ല. പിന്നെന്താ ഞാൻ വന്നിട്ട് പറഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ പിള്ളേരെ കാണിച്ചാൽ ഇതുപോലെ പട്ടീനെയും പൂച്ചേനും ഒന്നും തൊടാൻ പോവില്ല. അതിപ്പോൾ എത്ര സ്നേഹമുള്ളതാന്ന് പറഞ്ഞാലും ശരി. അവർ ഞാൻ തൊടുന്നത് കണ്ടിട്ട് വേറെ വല്ല പട്ടിയുടെ ഒന്നും പോയിട്ട് കടി മേടിച്ചിട്ട് വന്നാലേ പണി പാളും. അതുകൊണ്ട് അവർ കാണാണ്ട് കുറച്ചേരം സ്നേഹപ്രകടനങ്ങളൊക്കെ മിണ്ടണ്ട പൂട്ടിയിരുന്ന നീയാ ആരാച്ചിട്ടാ പൂട്ടിയിരുന്നോ ഇരുന്നോ അവിടെ കുറച്ചേരം കുട്ടീനെ നോക്കാന്നെന്താ ഞാൻ പറഞ്ഞില്ലേ. ഞാൻ അവളും ചേരില്ല. അത് കഴിഞ്ഞിട്ടാ വൈകുന്നേരം അമ്മ വന്നപ്പോൾ നല്ല ആട്ട് കേട്ടു കുളിക്കാതിരിക്കണേന്. അപ്പോൾ വേഗം പോയി കുളിച്ചു. അപ്പോഴേക്ക് ഇതാ ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ചിക്കൻ ഞാൻ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അന്ത്യോളം പണിയെടുക്കാതിരിക്കണോണ്ടാണ് ഞാൻ ആ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ച ചിക്കൻ കറി ഞാൻ തന്നെ ആദ്യം കഴിക്കണമെന്ന് നിർബന്ധം. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും ചിക്കൻ കറി കൂട്ടി വേഗം രാത്രിത്തെ ഡിന്നർ അങ്ങോട്ട് പാസ്സാക്കി. അപ്പം അത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. പുതുതായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ.